നമസ്കാരം. ഒപ്പം നിന്നാൽ ഒപ്പം കൂട്ടും, വിയോജിച്ചാൽ അവഗണിക്കും, എതിർത്താൽ തട്ടിമാറ്റി മുന്നോട്ടു പോകും എന്ന ഫാസിസ്റ്റ് മനോഭാവത്തിൽ ഒന്നുകൂടി കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഒരു പ്രമുഖ ബി നേതാവ് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് പുതിയ ദിശാസൂചന നൽകുന്ന നീക്കമെന്ന നിലയിലാണ് ബി പശ്ചിമ ബംഗാളിലെ സമുന്നത നേതാവായ സുവേന്ദു അധികാരി പുതിയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. നമ്മുടെ കൂടെയുള്ളവർ നാം അവർക്കൊപ്പം എന്ന അർത്ഥം വരുന്ന ജോ ഹമാരെ സാത്ത് ഹം ഉൻകെ സാത്ത് എന്ന പുതിയ മുദ്രാവാക്യം അധികാരി അവതരിപ്പിച്ചു. പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവും ബി നേതാവുമായ സുവേന്ദു അധികാരി അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന ബി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ ആഹ്വാനം നടത്തിയത്. ഇതുകൂടാതെ പാർട്ടിയുടെ ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടണമെന്നും അധികാരി നിർദ്ദേശിച്ചു. ഇതുകൂടാതെ പ്രധാനമന്ത്രി വാതോരാതെ പറഞ്ഞ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന പരിചിതമായ മുദ്രാവാക്യത്തിൽ നിന്ന് മാറാൻ അധികാരി ആവശ്യപ്പെടുകയും ചെയ്തു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അടുത്തിടെ പൂർത്തിയായ ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്കുണ്ടായ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്ക് പുതിയ ദിശാസൂചന നൽകുന്ന ഒരു നീക്കം എന്ന നിലയിലാണ് ജോ ഹമാര സാത്ത് ഹം ഓങ്കെ സാത്ത് എന്ന പുതിയ മുദ്രാവാക്യം അധികാരി അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാൾ ജനസംഖ്യയിലെ ഏതാണ്ട് 30% വരുന്ന ന്യൂനപക്ഷം തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളെ തുണയ്ക്കുന്നില്ല എന്ന വസ്തുത കണക്കിലെടുത്ത് നിലവിലുള്ള ആഖ്യാനത്തിന് അപ്പുറത്തേക്ക് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയാണ് പുതിയ മുദ്രാവാക്യത്തിലൂടെ നേതാവ് ഊന്നി പറഞ്ഞത്. പ്രത്യേകിച്ചും ബി നേരിട്ട സമീപകാല തിരഞ്ഞെടുപ്പ് വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ പാർട്ടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അധികാരി ഞാൻ ദേശീയ മുസ്ലിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് എന്ന് കൂട്ടിച്ചേർത്തു. നിങ്ങളും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ ഇനി ഇത് പറയില്ല. പകരം ജോ ഹമാര സാത്ത് ഹം ഉൻകെ സാത്ത് എന്നേ പറയൂ. നിങ്ങൾ സബ്കാ സാത്ത് സബ്കാ വികാസ് പറയുന്നത് നിർത്തൂ എന്നും അധികാരി ആവശ്യപ്പെട്ടു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം അവതരിപ്പിച്ച സബ്കാ സാത്ത് സബ്കാ വികാസ് മുദ്രാവാക്യം ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്ക് അതീതമായി എല്ലാ ഇന്ത്യക്കാർക്കും സമഗ്രമായ പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ 10 വർഷം പിന്നിടുമ്പോഴേക്കും ആ മുദ്രാവാക്യം കാലഹരണപ്പെട്ടു എന്നാണ് ഉന്നത നേതാക്കൾ പോലും വിലയിരുത്തുന്നത്. അങ്ങനെ എല്ലാവരും വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്ന് പറയണമെന്നാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഈ ഞങ്ങൾ എന്ന പ്രസക്തമായ ചോദ്യം ഉയർന്നു വരും. അതിന് ഉത്തരം കണ്ടെത്തുന്നതാവട്ടെ അത്ര എളുപ്പമല്ല താനും.